നിങ്ങൾ സൂര്യാസ്തമയത്തിന് ശേഷം മതി അറഫ വിട്ട് മുസ്ദലിഫയിലേക്ക് വരാൻ. എന്നിട്ട് നിങ്ങൾ മുസ്ദലിഫയിൽ എപ്പോഴാണോ എത്തുന്നത്, അത് ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും പുലർച്ചെ എത്തുക. കാരണം ബസ്സുകൾ നീങ്ങി എത്തണമല്ലോ. അങ്ങനെ എത്തുന്ന സമയത്ത് അവിടെ ബാത്റൂമുകളുണ്ട്, അവിടെ പോയി ഒന്നെടുത്ത് വന്ന് മഗ്രിബ് 3 അതിനുശേഷം ഇശാ 2 ജമ്മും കസറുമാക്കി മുസ്ദലിഫയിൽ നിന്നാണ് അയാളുടെ മഗ്രിബും ഇശാ നിസ്കരിക്കുന്നത്. പിന്നെ രാത്രിയിൽ അവിടെ കിടക്കുകയാണ്. അപ്പം മണ്ണിൽ ജനിച്ച മനുഷ്യ അവനെ മണ്ണിൽ കിടത്തുന്ന ഇബാദത്താണ്. കാരണം ഈ വീട്ടിൽ നമ്മൾക്ക് ആലോചിച്ചാൽ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ഓരോ ഹാജിയും പണക്കാരനും സമ്പന്നനും അവൻ്റെ വീട്, അവൻ്റെ റൂം, അവൻ്റെ AC, അവൻ്റെ പുതപ്പ്, എൻ്റെ റൂമിൽ വേറൊരാൾ വരാൻ പാടില്ല, ഞാൻ ഉറങ്ങുമ്പോൾ ഒരു ഒച്ചപ്പാടും കേൾക്കാൻ പാടില്ല, വാ മോനെ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കൊണ്ടുപോയിട്ട് മണ്ണിൽ കിടത്തുകയാണ്. ഇതാണ് ജീവിതം. മണ്ണിൽ നിന്ന് ജനിച്ചവനെ മണ്ണിൽ ജീവിച്ചു പഠിക്കൂ, മണ്ണിലുള്ളവരോടൊപ്പം ജീവിക്കൂ എന്ന് പറഞ്ഞ് ഒരു ഹാജിയെ പാകപ്പെടും. അത്രേ ഈ കർമ്മമുള്ളൂ. അല്ല, അത്രയാണ് ആ കർമ്മം. അല്ലാതെ അന്ന് അവിടെ കൂടുതൽ ചൊല്ലണം എന്ന് ചെല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ വേണം. അങ്ങനെ സുബഹിയുടെ നേരം വരെ ആ മണ്ണിൽ നക്ഷത്രങ്ങളെ നോക്കി കിടക്കുന്ന ഒരു ഇബാദത്താണ് മുസ്ദലിഫയിലെ രാപ്പാറ്. അതേ സമയത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇസ്ലാം എപ്പോഴും ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, രോഗികൾക്കും. അതുകൊണ്ട് അവരവിടെ തന്നെ രാത്രിയിൽ അവർക്ക് കഴിയണമെന്നില്ല. രോഗികളോ സ്ത്രീകളോ കുട്ടികളോ ആ വഴി അങ്ങ് പാസ് ചെയ്ത് പോയാൽ മതി എന്നൊരു ഇളവും അവർക്കുണ്ട്. പിന്നെ ഒരു ആശങ്ക മുസ്ദലിഫയായിട്ട് ബന്ധപ്പെട്ട് വരിക എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബസ്സുകൾ തുടക്കത്തിൽ വരുന്ന ബസ്സുകളിലൊക്കെ ഉള്ള ആളുകളെ പോലീസ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ വിട്ട് പോലീസുകാർ നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ നിയന്ത്രിച്ചാലല്ലേ ഇത് നടക്കുള്ളൂ. അപ്പം ബസ്സുകൾക്ക് ഇറക്കാൻ അവർ കണ്ടിട്ടുള്ള പാർക്കിംഗ് ഏരിയയിൽ ഇറക്കിയിട്ട് ആളുകൾ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി അവിടെ മുസ്ദലിഫയിൽ രാപ്പാർക്കാണ് ചെയ്യുക. ഏകദേശം ഫുള്ളായി എന്ന് അവർക്ക് തോന്നിയാൽ പിന്നെ ആ ബസ്സുകൾ അവിടെ നിർത്താൻ അവർ സമയം. കാരണം ബാക്കിൽ വരുന്ന ബസ്സുകളൊക്കെ ബ്ലോക്കാവും. അപ്പം പോലീസ് കൈകൊണ്ട് അവരെ കടന്നു പോകാൻ ആവശ്യപ്പെടുക. അങ്ങനെ മുസ്ദലിഫയിൽ ഇറക്കാതെ, തീർത്ഥാടകരെ ഇറക്കാതെ ഒരു ബസ് കടന്നു പോയാൽ അത് പിന്നെ മിനയിലേക്ക് എത്തുക. മിനയിലെത്തിയ ഒരു ബസ്സിന് ഒരു കാരണവശാലും അവിടുന്ന് റിട്ടേൺ എടുത്ത് മുസ്ദലിഫയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഈ ഹാജിമാർ അസ്വസ്ഥരാകും. എന്താണ്, ഞങ്ങൾക്ക് മുസ്ദലിഫ കിട്ടിയിട്ടില്ല, രാത്രി കിടന്നിട്ടില്ല. അത്തരം ആളുകൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരുപക്ഷെ മണിക്കൂറുകൾ ഈ ബസ് നീങ്ങാൻ വേണ്ടി അവര് മുസ്ദലിഫയിൽ ബസ്സിൽ ഇരുന്നിട്ടുണ്ടാവും. ആ ഇരുന്ന സമയമാണ് അവരുടെ മുസ്ദലിഫയിലുള്ള സംഗമം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി സമാധാനിക്കല് ഇതിൽ ഇത് ഞാൻ പറയുന്നത് ചിലപ്പോൾ ചില ഹാജിമാർ ഞങ്ങൾക്ക് മുസ്ദലിഫയിൽ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന് അസ്വസ്ഥരാവാറുണ്ട്. ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു അവരുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അത് നിയമപരമായ വിഷയങ്ങളിലാണ് എല്ലാ ഹാജിമാരെയും അവിടെ ഇറക്കാൻ കഴിയുന്നത്.